ആദ്യം അപ്പൂപ്പനെയാണ് കൊന്നത്. അപ്പൂപ്പനെ ഉപദ്രവിച്ചു, തലക്കടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ. അതായത് അപ്പൂപ്പനെ അടിച്ചിട്ട ശേഷം പിന്നെ അമ്മയെ ഫോൺ വിളിച്ച് വരുത്തിയത്. അമ്മ ഫോൺ വിളിച്ച് അകത്ത് വന്നപ്പം അമ്മയെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവൻ്റെ റൂമിലോട്ട് ഉണ്ടാക്കി. പിന്നെയാണ് അമ്മ അറ്റാക്ക് ചെയ്യുന്നത്. അമ്മയെ ഫോൺ വിളിച്ചു. ആ സമയത്താണെങ്കിൽ ഇയാൾ ആഹാരം കഴിക്കാനായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി. അത് കിടക്കുവാണ്, തലക്കടിച്ചു, ചുറ്റിട്ട് അടിച്ചു. കഴിച്ചില്ല, ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പോഴത്തേക്കും അമ്മ വന്നപ്പോഴത്തേക്കും അപ്പൂപ്പൻ്റെ അടുത്ത് പോകാൻ പിടിച്ചു തലക്കടിച്ചു കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് പാട്ടൊക്കെ കേട്ടു. 2 പാട്ടൊക്കെ ടി വി ഇട്ടു. ടി വി ഇട്ട് പാട്ട് കേട്ടതെല്ലാം കാമായിട്ട് നിന്നതിന് ശേഷമാണ് 6 മണി അല്ല വിളിച്ചു വരുന്നത്. അമ്മ അവിടെ ഇല്ല, സ്ഥലത്ത് അവരൊരു ഏജൻസി നടന്നുകൊണ്ട്. അല്ല, അമ്മ ഇവന് വിശക്കാണ്, ഭക്ഷണം എടുത്തിടണം പറഞ്ഞ വിളിച്ചു വരുത്തിയാണ്. വിളിച്ചു വരുന്നത് 3 മണിക്ക് 2 മണിക്കും 3 മണിക്കിടയ്ക്കാണ് പുള്ളിക്കാരൻ 6 മണിക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. ഈ ഞരക്കം മാത്രമേ ഉള്ളൂ ആ സമയത്ത്. എത്ര അടി അടിച്ചിട്ടാണ് പുള്ളിക്ക് ഓർമ്മയില്ല. ഒരുപാട് അടി അടിച്ചു എന്നാ പറയുന്നത്. ഇറങ്ങുന്നത് 2 മണി തൊട്ട് 3 മണി വരെ ഈ ഒഫൻസ് നടക്കുന്നു. അത് കഴിഞ്ഞ് പാട്ടൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇതിന് ശേഷമാണ്. അത് മുട്ട ഓംലെറ്റ് അടിക്കുന്നു. അത് അമ്മ വരുന്നതിനുള്ള എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ചത് പിറ്റേന്ന് ഉച്ചയോടുകൂടിയാണ് ഇത് പുറലോകം അറിയുന്നത്. ആ ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കേരളം വിട്ടു കഴിഞ്ഞു. പോകുന്ന വഴി നമ്മളൊരു 20 മണിക്കൂറോളം പുറകിലായിരുന്നു. പോലീസിനെ കൊണ്ട് പോകുന്നതിന്റെ ഓരോ വഴി നമ്മൾ 20 മണിക്കൂർ പുറകിലായി. അതാണ് പറ്റിയത്. അന്ന് രാവിലെ തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇഷ്യൂ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയായിരുന്നു. പോലീസ് അമ്മയും മകനും തമ്മിലുള്ളതായതുകൊണ്ട് ഇവരെ ഉപദേശിച്ചു. ഇവരെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ജീവനെ ഉപദേശിച്ചു, അമ്മയും മകനുമായതുകൊണ്ട്. അങ്ങനെ ഉപദേശിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ഉപദേശം സ്വീകരിച്ചു. അമ്മയും മകനും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒത്തിരി കേസ് വരുന്നതാണ് പോലീസിന്. വഴക്കം വീട്ടുകൾക്ക് ഒത്തിരി വരുന്നതാണ്. എല്ലാം പോലീസ് പോയി സംസാരിച്ച് സെറ്റാക്കി വരുന്നതാണ്. അതെ. ശേഷം അമ്മയെ അപ്പൂപ്പനെ ചുറ്റിയിലൂടെ അടിക്കുവാണ് ഉണ്ടായത്. കിടക്കുമ്പോൾ തലയ്ക്ക് അടിക്കുവാണ് ഉണ്ടായത്. അപ്പൂപ്പനെ അമ്മയുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് അമ്മയെ ഈ ചുറ്റിയിലൂടെ അടിക്കുകയും എന്നിട്ടും ഞരക്കം തീരാനിട്ട് ഈ മനയുളി കൊണ്ട് തലയിൽ കുത്തി. എന്നിട്ടും ചലനമുള്ളത് കൊണ്ട് തോന്നി. അപ്പം തലനെടുത്ത് ശ്വാസം മുട്ടിച്ചു. കമ്പൈൻഡ് എഫക്റ്റ് ആണ് സ്മോദറിങ്. അവർ വളരെ സൈലന്റ് ആണ്. കാമാൻ ക്വയറ്റ്. ഒരു കുഴപ്പമില്ല, ഒന്നും അറിയത്തില്ല, ഒന്നുമില്ല, സിമ്പിൾ. ഇപ്പോഴും അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. അന്ന് പോലീസ് ചെല്ലുമ്പോഴും അന്ന് രാവിലെ ഇപ്പോഴും ഇതേ കൂളായിട്ടാണ്. യാതൊരു കുറ്റബോധവും ഇല്ല.